അപ്പൊ നമ്മള് എന്താ പറഞ്ഞ നീ ബ്യൂട്ടി കെയർ എന്ന പേരിൽ എന്തൊക്കെയാണ് നീ ചെയ്യാറുള്ളത്? ഞാൻ കല്യാണം കഴിയണ വരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തു തരുന്നില്ല. കുളിക്കല് ഭയങ്കര എൻ്റെ ബ്യൂട്ടി കെയറിന്റെ കുറച്ച് ഇതിൽ പെട്ടതായിരുന്നു. എൻ്റെ സ്കിന്നൊക്കെ നല്ലതായിരുന്നു ഒരു സമയത്ത്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കരിങ്കണ്ണ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അന്നാണ്. ഞങ്ങൾ ജിമ്മിൽ പോണ സമയത്ത് അവൻ്റെ അടുത്ത് പറഞ്ഞു, ജോണിന്റെ സ്കിൻ നല്ലതാല്ലേന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ സ്കിൻ നല്ലതാണോ എന്ന് നോക്കിയ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവിടം തുടങ്ങി ഇവിടം വരെ ഇങ്ങനെ കറുത്ത കുത്തായിട്ടുള്ള പാണ്ട് പോലെ സാധനം. ഞാൻ പറഞ്ഞു, രാകേഷ് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മറ്റേ ചണങ്ങ് പോലെ ഇല്ലേ ആ സാധനം വന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വരണേ. ഇപ്പൊ രാകേഷിന്റെ മാർക്കറ്റ് കൂടുതൽ, ഇനിയിപ്പോ ആൾക്കാർ രാകേഷിനെ തെരഞ്ഞു പിടിച്ച് പുള്ളി ഇതുപോലെ വേറെ വല്ലതും പറഞ്ഞിട്ട് അല്ല, ഞാൻ പറഞ്ഞിട്ട് ഇതുപോലെ ഒരു സാധനം ഉണ്ടായിട്ട്. പിന്നെ ഇനിയും രഞ്ജിത്തിന്റെ കൂടെ ഞാൻ ഇങ്ങനെ പോവാട്ടാ, ഞങ്ങളുടെ തൃശ്ശൂര് പോസ്റ്റ് ഓഫീസ് റോട്ടിൽ കൂടെ ഇങ്ങനെ പോവാ. അപ്പൊ അല്ല, ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ബൈക്കിന്റെ പിന്നിലിരിക്കണേ. അപ്പൊ രഞ്ജിത്ത് ഇങ്ങനെ അവിടെ ഇത്തിരി ട്രാഫിക് ഒക്കെ ഉണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ഒരു പഴയ കൈനറ്റിക് ഹോണ്ട ഇല്ലേ, പഴയ ഒരു വണ്ടി ഉള്ളത്, ഭയങ്കര പോളിഷൊക്കെ ചെയ്ത പോലെ ഭയങ്കര തിളങ്ങിയിട്ട് പുത്തൻ വണ്ടി പോലെ ഒരു പ്രായമുള്ള ആൾ ഓടിച്ചു വരാം. രഞ്ജിത്ത് എന്ത് ഭംഗിയാ നോക്കിയ ആ സാധനം എന്ന് പറഞ്ഞ വഴി ഒറ്റടി അതുമ്പോ വന്നിട്ടൊരു ഓട്ടോറിക്ഷ. അപ്പൊ രഞ്ജിത്ത് തിരിഞ്ഞെന്നെ നോക്കി, ജോണ നീ എന്നെ ഇങ്ങനെ വല്ലതും പറയാറുണ്ടോ? ഇല്ലടാ, നീ ഇത് അവിടെ പറയണ്ടാ നാട്ടില്, ഇത് പേര് വീണിട്ടേ കരിങ്കണ്ണനാന്നുള്ളത്.